നമസ്കാരം, ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീർക്ക, അംബികമാൻ, ബിജുക്കുട്ടൻ ചേട്ടാ. നമസ്കാരം. പിന്നെ ആദ്യത്തെ സ്കിറ്റ് അങ്ങോട്ട് ഇറക്കിയാലാ? വിളിക്കാം. ഫ്ലവേഴ്സ് കോമഡിയുടെ ഐറ്റംമാരുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ് ആണ് സ്കിറ്റുമായിട്ട് വരുന്നത്. സൈന്ധവ് ഉണ്ട്, ആര്യമോളുണ്ട്, ദേവിലക്ഷ്മി ഉണ്ട്. ഒരു നല്ല കൈയടി. അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലേന്തി അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത മനസാം ശംഖുമൂതി. തേനുണ്ട്, പഴമുണ്ട്, അവലുണ്ട്, കൽക്കണ്ടുണ്ട്. ഓക്കെ, സെറ്റ്. അടുത്ത എഴുത്തിനിരുത്താനുള്ള മണലുണ്ട്. ഓക്കെ. അടുത്ത സ്വർണ്ണമോതിരം വേണം. ഇനി ഏതെങ്കിലും കൊച്ചിന്റെ നാക്കിൽ എഴുതുമ്പോ അതാ എടുത്ത് വിഴുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പുറകെ നടക്കേണ്ടി വരും. തൽക്കാലം നമുക്ക് റോൾഡ് ഗോൾഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതാണ് നല്ലത്. വീഡിയോ കോൾ വിളിക്കുന്നു. ഹലോ ഹലോ, ആ സരസ്വതി അമ്മയല്ലേ? അതെ, ഞാൻ ഈജിപ്തിൽ നിന്ന് മമ്മിയാ വിളിക്കുന്നത്. സരസ്വതി പേടിക്കണ്ട, ആ മമ്മിയല്ല, എന്റെ കൊച്ചിന്റെ മമ്മി, അമ്മയാണെന്ന്. ആ മമ്മിയായിരുന്ന വിളിച്ച കാര്യം പറ. എന്റെ മോളെ എഴുതിക്കാൻ എന്ത് ചെയ്യണം? ആദ്യം ആ കൊച്ചിനെ നേരെ അക്ഷരം പഠിപ്പിക്കും. അയ്യോ അതല്ല, എന്റെ മോളെ അക്ഷരം എഴുതിക്കണോന്ന്. അത് ഞാൻ ഈജിപ്റ്റ് വരെ വരണോ? എന്തിന് ഈജിപ്തിലോട്ട് വരണം? കൊച്ചു ഫോണിലൂടെ നാക്കി നീട്ടി കാണിക്കും. അവിടെ ഇരുന്നൊന്ന് നാക്കിൽ എഴുതണം. എന്റെ പൊന്നു കുട്ടി, അതൊന്നും പറ്റൂല. ഇത് വിദ്യാരംഭമാണ്. അതൊന്നും നടക്കൂല. ജീപ്പയിൽ 5000 അങ്ങ് തരും. ജീപ്പയിൽ 5000 രൂപ വന്നു കഴിഞ്ഞാൽ പിന്നെ ജീപ്പിന്റെ വണ്ടിക്കൂലി നീ വന്നു കൊടുക്കുവോ? നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഞാൻ 5000 രൂപ അങ്ങ് ഇട്ടു. ഒന്ന് എഴുത്. 5000 രൂപ കണ്ട് കണ്ണ് തള്ളിയിട്ടൊന്നും അല്ല. പിന്നെ ധനം മഹാലക്ഷ്മിയാണ്, നമുക്ക് തന്നെ പിണക്കാൻ പാടില്ലേ. ആ കൊച്ചിന്റെ അടുത്ത് നാക്ക് കിട്ടാൻ പറ. മോളെ ആ നാക്കൊന്ന് നീട്ടിക്കേ. ദാ ഇതുപോലെ. ഇതിപ്പോ നിങ്ങളുടെ നാക്ക് നീണ്ടു പറഞ്ഞാ തുരങ്കത്തിൽ നിന്ന് ട്രെയിൻ ഇറങ്ങി ആ കരുനാക്കൊന്ന് അടച്ചു വെക്കി. എന്നിട്ട് കൊച്ചിന്റെ അടുത്ത് നാക്ക് കിട്ടാം. മക്കളെ അനക്കല്ലേ അങ്ങനെ തന്നെ. ഓം ഹരിശ്രീ ഗണപതായ നമ. കഴിഞ്ഞെന്ന് പറഞ്ഞില്ല, അതിനു മുമ്പേ അങ്ങ് കട്ട് ചെയ്തു. കാലം പോയൊരു പോക്കെ. ഇപ്പൊ എഴുത്തിരിക്കണേക്കെ ഫോണിൽ. ഇനി എന്തൊക്കെ കാണണോ എന്തോ. ഇങ്ങനെ പോയാ ഒന്നും കാണേണ്ടി വരൂലെന്നാണ് എനിക്ക് തോന്നുന്നത്. സരസ്വതി അമ്മയല്ലേ? എന്നെക്കാളും പ്രായമുണ്ട്, എന്നിട്ട് എന്നെ വിളിച്ചത് സരസ്വതി അമ്മേന്ന്. അതെ, ഒരു കുഞ്ഞ് ആദ്യമായിട്ട് ജനിക്കുമ്പോ അമ്മയെന്നല്ലേ വിളിക്കുന്നത്? അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്ന എല്ലാരെയും അമ്മേന്ന് വിളിച്ചു തുടങ്ങിയതാ. ശരിയാ, 10 മിനിറ്റ് പോലും തികഞ്ഞിട്ടില്ല ജനിച്ചിട്ട്. അമ്മച്ചി വന്ന കാര്യം പറ. എഴുതിക്കണം. ഇപ്പൊ എഴുത്തിന് വായനയൊക്കെ പഠിച്ചിട്ട് ഇപ്പൊ എന്തിന്? IAS പഠിക്കാൻ. എന്തിനാ IAS അങ്ങ് ഒതുക്കിയത്? LLB എടുത്താ പോരായിരുന്നു? LLB എടുത്തു കഴിഞ്ഞാൽ ഏതേലും പട്ടി കടിച്ചോണ്ട് പോയാൽ L മാത്രം എടുത്തോണ്ട് പോയാലേ B മാത്രല്ലേ ഉണ്ടാവത്തുള്ളൂ. എന്തൊക്കെ കണ്ടുപിടുത്തങ്ങള്. പിന്നെ കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പട്ടിക്ക് എല്ലാം എടുത്തു കൊടുക്കണോ? എന്റെ പൊന്നോ, പുല്ലിന്റെ അടുത്ത് ചോദിക്കണ്ടായിരുന്നു. അതെ, എനിക്ക് പഠിക്കാനല്ല, കൊച്ചിന് പഠിക്കണമെന്നാ ഞാൻ പറഞ്ഞത്. എന്നാ കൊച്ചിനെ വിളിക്കേ. എന്താ വിളിക്കാനാ? തലേ സിൽവർ പഞ്ച് അടിച്ച അമ്മച്ചി. മര്യാദ കൊച്ചിനെ വിളിക്കാൻ നോക്കും നിങ്ങൾ. സിൽവർ പഞ്ചോ? വെള്ളിനി വെട്ടിയ തള്ളേ, ആ കൊച്ചിനെ ഒന്ന് വിളിക്കും നിങ്ങള്. എടാ മോനെ, ഇവിടെ ആവോ. നമസ്കാരം. ഇതാണ് കൊച്ചി. ഇത് കൊച്ചല്ല, ഇത് മുതക്കൻ. പിന്നെ എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായിരുന്നു കേട്ടാ മിടുക്കനാണെന്ന്. ചേച്ചി, സിമന്റ് അവിടെ, വെള്ളം അവിടെ, അത് രണ്ട് കിട്ടിക്കാരാ. നമുക്ക് പണി തുടങ്ങാം. നമ്മളിവിടെ സിമന്റ് കുഴക്കാൻ വന്നതാണോ? എണീക്കടാ. അപ്പൊ ഞാൻ ഈ ബംഗാളിയാണോ മലയാളം എഴുതിക്കണ്ടേ? അതെ, എന്റെ മക്കളൊക്കെ പുറത്താണ്. വർഷങ്ങളായിട്ട് എന്നെ നോക്കാൻ നിൽക്കുന്ന ബംഗാളി ചെറുക്കൻ നാട്ടിൽ പോയി. കോഴിക്കാ പ്രോബ്ലം ആത്ത എന്ന് വെച്ചാ അവന്റെ കോഴിക്കെന്തോ പ്രശ്നമാണെന്ന്, പക്ഷിപ്പനിയാണെന്നാ തോന്നുന്നേ. അങ്ങനെ അവൻ അതും പറഞ്ഞു പോയി. പിന്നെ 3 മാസമായിട്ട് ഇവനാണ് എന്നെ നോക്കുന്നത്. അതിനെന്താന്നോ, ഇവൻ കണക്ക് കൂട്ടുന്നതും കാര്യം എല്ലാം ഹിന്ദിയിലാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഹിന്ദി പഠിച്ച് വരണ്ടേ, നടക്കുന്ന കാര്യം വല്ലോ പറ. അതിനും ഭേദം ഇവൻ മലയാളം പഠിക്കുന്നതാ. ഇവൻ നന്നായിട്ട് മലയാളം പാട്ട് പാടും. ചേച്ചി, എനിക്ക് നന്നായിട്ട് മലയാളം സംസാരിക്കാൻ അറിയാം. ഈ അഞ്ചിക്ക് വട്ടാണ്. വട്ടനിന്റെ ബംഗാളിലെ അച്ഛന് അച്ഛാ ഹേ, അമ്മച്ചി ഹേ, അത് കേക്ക് ഹേ. അല്ല, ഇതാ റാംജി.
ഇത് എഴുത്തച്ചി. എഴുത്തച്ചിയാ? എന്റെ അമ്മച്ചി എന്റെ വായിക്കാതിരിക്കണം നിങ്ങൾ കേക്കരുത്. എഴുത്തച്ചി അല്ല, എഴുത്തുകാരി. ചേച്ചി അമ്മച്ചിയോട് ചൂടാവരുത്. ഇത് നല്ല അമ്മച്ചിയാണ്, കേട്ടിട്ടില്ലേ? തങ്ക മനസ്സ് പൊന്നമ്മ മനസ്സ് പൊന്നമ്മ ബാബുവാണ്. പൊന്നമ്മ ബാബു? പൊന്നമ്മ ബാബു അല്ല, പൊന്നമ്മ പാവമാണെന്ന്. പാവമൊക്കെ തന്നെ. എടാ നീ നിന്റെ നാട്ടിൽ നിന്റെ സ്വന്തം അമ്മച്ചിയെ നേരെ നോക്കിയിട്ടുണ്ടോ? അമ്മച്ചിയെ നോക്കി നടക്കാൻ ഞാനെന്തോ ചേച്ചി ജോൺ ഫോണായോ? അപ്പൊ സ്വന്തം അമ്മച്ചിയെ നേരെ നോക്കാതെയാണ് ഇവിടെ ഒന്ന് കണ്ടവന്റെ അമ്മച്ചി നോക്കിക്കൊണ്ട് കിടക്കണം. അല്ല, നീ അമ്മച്ചിക്ക് എന്തൊക്കെ കൊടുക്കും? ഞാൻ എന്നും രാവിലെ പാലും മുട്ടയും കൊടുക്കും. പാലും മുട്ടയും കൊതുകു? നീ കൊതുകിന്റെ മുട്ട കൊടുക്കുന്നാണോ? എന്റെ ചേച്ചി പാലും മുട്ടയും കൊതുകുമല്ല, പാലും മുട്ടയും കൊടുക്കും. ആ അങ്ങനെ. പക്ഷെ പാലും മുട്ടയും കൊടുത്തിട്ടാണ് ഈ അമ്മച്ചി ഇങ്ങനെ ചുള്ളിക്കമ്പണക്കിരിക്കണത്. അമ്മച്ചിക്കല്ല, ഞാൻ പാലും മുട്ടയും കടയിൽ കൊണ്ട് കൊടുക്കും. കടയിൽ നിന്ന് കിട്ടുന്ന കാശ് ഞാൻ അമ്മച്ചിയുടെ കയ്യിൽ കൊടുക്കും. ആ കാശിന് നിനക്ക് ഈ പാവമ്മച്ചിക്ക് എന്തെങ്കിലും ഒന്ന് തിന്നാൻ വാങ്ങിച്ചു കൊടുത്തൂടേടാ? ആ കാശിന് അമ്മച്ചിക്ക് തിന്നാൻ മേടിച്ചു കൊടുത്താൽ എനിക്ക് ശമ്പളം തരണ്ടേ? എനിക്ക് ശമ്പളം കിട്ടിയാലല്ല എനിക്ക് വെള്ളം തിന്നാൻ പറ്റത്തുള്ളൂ ചേച്ചി. എന്റെ പൊന്നമ്മച്ചി, അമ്മച്ചിക്ക് ആ കാശിന് വേണ്ടി എഞ്ചുപടി വാങ്ങിച്ചു കൊടുത്തൂടെ? എല്ലുപൊടി ഇട്ട് കൊടുക്ക. ഇവരെന്താ വാഴയാണോ? എല്ലുപൊടി അല്ല അമ്മച്ചി, എഞ്ചുപടി. എംജി പാടും, എനിക്കറിയാം. കേട്ടില്ലേ? ചിന്നമ്മ അടിവല്ലിക്കുഞ്ചമ്മ തിരുവല്ലിക്കാലിൽ ഗജവീരന്മാർ 3 ഗജവീരന്മാർ 1000 ഞങ്ങളുടെ നാട്ടിലൊക്കെ പൈസ കുറച്ചുള്ള പരിപാടി, അതുകൊണ്ട് അവിടെ 3 നീ ഇങ്ങനെ ചെലവ് ചുരുക്കിയുള്ള പരിപാടി നടത്തിക്കൊണ്ടിരുന്നോ? നിനക്ക് പഠിക്കാനൊന്നും പോടെ, പോയി പടിയട ഇറക്കാൻ. പഠിക്കാനാണ് എനിക്ക് നാട്ടിൽ നിന്ന് പഠിച്ചാ പോരെ, പിന്നെ എന്തിനാ ചേച്ചി ഞാൻ ഇങ്ങോട്ട് വരുന്നേ? അത് ഇതും പറയാൻ ഇവൻ എഴുതിക്ക്. ഞാനാണോ അതും പറയുന്നേ? അമ്മച്ചല്ലേ ഇപ്പൊ അതും പറയുന്നേ? എന്നെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാതെ എഴുതണം. അമ്മച്ചി എന്നെ ഇപ്പോഴും അതും ഇതും പറയുന്ന അമ്മച്ചിയാണ്. ഞാൻ അതും ഇതൊന്നും പറഞ്ഞില്ല, നീ ആ അതും ഇതും പറയുന്നേ. അമ്മച്ചി അതും ഇതും പറയുന്നത് അല്ലേ? കുറെ നേരം കൊണ്ട് രണ്ടും കൂടെ അതും ഇതും പറഞ്ഞോണ്ടിരിക്കുന്നു. ഇനി അതും ഇതും പറഞ്ഞോണ്ട് അടി വെച്ചാ അതിനെ ഇതിനെ എടുത്ത് ഞാൻ അപ്പുറത്തെ വിളയിൽ കളയും. ഞാൻ കണ്ടില്ല എന്റെ കൊണം മാറ്റല്ലേ നിങ്ങൾ? ഇത് ദേഷ്യം വന്നാ ഞാൻ മഹാ കൂറയാണ്, കൂറ. അല്ല, നിനക്കിതിനു മുമ്പ് എന്തായിരുന്നു പണി? നാട്ടിലാണോ? നാട്ടിൽ എനിക്ക് പാറപ്പണിയായിരുന്നു. എന്താ പണി? എന്റെ അച്ഛന് ഇഷ്ടപ്പെട്ടില്ല, എന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്റെ നാട്ടുകാർക്ക് ഇഷ്ടമില്ല. അച്ഛനും അമ്മയും വേറെ പിരിഞ്ഞു പോയി ചേച്ചി. എടാ, ഈ പാറ പൊടിക്കണെന്നൊക്കെ പറയുമ്പോ ഈ പ്രകൃതിക്ക് ദോഷമാണല്ലോ. അതുകൊണ്ടായിരിക്കും നാട്ടുകാർക്ക് നിന്റെ അച്ഛനമ്മയ്ക്കൊന്നും ആ പണി ഇഷ്ടമല്ലാത്തത്. പാറ പൊട്ടിക്കലല്ല ചേച്ചി, പാറപടി. നാട്ടുകാർക്ക് ഓരോ പണി വെച്ച് ഞാൻ തമ്മിൽ അടുപ്പിക്കും. അങ്ങനെ ഞാൻ അച്ഛനെ അമ്മയെ വരെ തമ്മിൽ അടുപ്പിച്ചു. അവർ രണ്ടുപേരും വേർപിരിഞ്ഞു പോയി. പിന്നെ എനിക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോരുന്നു. നീ എന്തേ പോയി ചെയ്യടാ? നിന്നെ ഒന്ന് നോക്കിയിട്ട് ഒരു കാര്യവും ഇല്ല. ആട്ടെ, രജിസ്റ്ററിൽ എഴുതാനാ. പേര് പറ. പേരെന്താ? വിഘ്നേഷ് കുമാർ കബാഡി. വിഘ്നേഷ് കുമാർ കബാഡി. വിഘ്നേഷ് നമ്മുടെ കൈ കിടക്കുന്ന സാരി വരെ ഞാൻ ഇപ്പൊ എഴുതി കാണിച്ചു തരാം. തെയ്യമേ. ബ്ലാ ബ്ലാ ബ്ലീ ബ്ലീ ബ്ലൂ ബ്ലൂ ബ്ലാ ബ്ലീ 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 ബ്ലീ. ചേച്ചി കൂടുതൽ നിന്ന് ബ്ലിങ് കണ്ട കുമാരൻ അങ്ങോട്ട് എഴുതിയാൽ മതി. അത് ശരിയാണ്. ഈ പേരിലൊക്കെ എന്താ ഇരിക്കണല്ലേ? പേരിലൊക്കെ ഇൻഷൽ ഇരിക്കുന്നു. ബംഗാളി വരെ കൗണ്ടർ അടിച്ചിട്ട് പോയി. എന്റെ പൊന്നോ, ഒന്ന് ജീവിച്ചോട്ടെ. എന്ത് വർത്താനമാണ് ചേച്ചി നിങ്ങൾ ഈ പറയുന്നത്? ജീവച്ചോട്ടയല്ല, ജീവച്ചേട്ടാ. മതി. ഒരാളെ ഇട്ട് കളിയാക്കണേന് കയ്യും കണക്കും. ഒന്നാതെ വയ്യാത്ത കൊച്ചാണ്. നിനക്ക് ഇങ്ങനെയൊക്കെ കാണിക്കാമോ? ഒന്ന് വിഷമം തോന്നൂലേ? ഇരിയാടാ അവിടെ. കുറെ നേരം കൊണ്ടാവ എനിക്കിട്ട് താങ്ങണം. എന്തായാലും നാക്ക് കിട്ടു. നാക്ക് നീട്ട്. നാക്ക് നീട്ടാൻ പോത്തിന്റെ അപ്പൂപ്പ നാക്ക് കിട്ടറാ. ചേച്ചി ദിവസം 2 നേരം പല്ല് തേക്കണം. ചേച്ചിയുടെ 3 പല്ല് പുഴുവിനെ തിന്നു. പല്ല് പുഴുവിനെ തിന്നുന്നോ? പുല്ല് പഴം തിന്നല്ലേ? എന്തായാലും പുല്ല് മനസ്സിലായേ? പുല്ല് പഴുപ്പ് പുല്ല് എന്തായാലും ഞാൻ ഒരു അക്ഷരം തരും, അത് വെച്ച് പറയണം കേട്ടല്ലോ. ആ വെച്ച് പറയേ. ആ വെച്ചല്ലോ, വാ വെച്ചല്ലേ പറയുന്നത്. എന്റെ കൈ വെച്ചരണം നിനക്ക് തന്നാണ്ടല്ലേ? അയ്യോ, എന്റെ കൊച്ചിനെ തന്നില്ലേ? കേട്ടോ, എന്താ തള്ളാൻ പോകുന്നത്? ബംഗാളികളെ ആർക്കും തന്നെ തള്ളാലോ. ബംഗാളികൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. ബംഗാളികളെ എല്ലാവർക്കും തല്ല. എന്തിനാണ് തള്ളിയിട്ട്? ഞങ്ങൾ അനാഥരല്ലേ? ഈ സാധനം ബംഗാളികൾ മാത്രമേ പറയാനുള്ളായിരുന്നു.
അതുമായി. എടാ പൊടിക്കൊച്ചേ, നീ ഇവിടെ പഠിക്കാൻ വന്നതല്ലേ വിദ്യ? ഇത് നിന്റെ ഗുരുനാഥയാണ്. ഇനി ഞാൻ നിന്നെ പഠിപ്പിക്കൂലടാ. ഇനി ഞാൻ നിന്നെ പഠിപ്പിക്കണമെങ്കിൽ നീ എനിക്ക് കാശ് തരണം, അല്ല ഒരു അക്ഷരം പോലും ഞാൻ നിന്നെ പഠിപ്പിക്കും. ശശി, എന്റെ നാട്ടിലെ മലയാളം പഠിക്കാൻ വേണ്ടി എന്റെ നാട്ടിലെ സ്ഥലം വിറ്റിട്ടാണ് ശശിക്ക് പൈസ തന്നെടുക്കും. അമ്മച്ചി പറഞ്ഞത് കേട്ടാ, നാട്ടിലെ സ്ഥലം വിറ്റിട്ടാണെങ്കിൽ പൈസ തരുമെന്ന്. വിൽക്കാൻ എത്ര സ്ഥലം ഉണ്ട് ഈ കൂലിപ്പണിക്ക് പോണവന്? 10 ഏക്കർ. 10 ഏക്കറിൽ 3 ഏക്കർ കടുക് കൃഷി, 3 ഏക്കർ ചോളം കൃഷി, 3 ഏക്കർ ഗോതമ്പ് കൃഷി, പിന്നെ ചാവല്. ഇത്രയും ഉണ്ടായിട്ട് നീ എന്തിനാടാ ചാവുന്നേ? ചാവൽ ആർക്ക് ഹിന്ദിയിൽ പറയുന്നതാണ് ചാവൽ. കേരളത്തിലൊക്കെ അരിയുടെ വില കേൾക്കുമ്പോഴാണ് ആൾക്കാർ ചാവണം. കേരളത്തിൽ അരിയുടെ വില പറഞ്ഞില്ലേ? അവിടെ അരിക്ക് 20 രൂപ, പഞ്ചസാരക്ക് 5 രൂപ, പച്ചക്കറിക്ക് 50 രൂപ, മീനും 20 രൂപ, ചിക്കനും 40 രൂപ അല്ലേ? നീ എന്തുവാടി കാണിക്കുന്നേ? ഇപ്പൊ പറഞ്ഞ വല്ലതും അമ്മച്ചി കേട്ടാ? 10 ഏക്കർ സ്ഥലം, അതും പോരാതെ സാധനങ്ങൾക്കൊക്കെ വില കുറവ്. സത്യം പറഞ്ഞ ഇവ മലയാളം പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല. പിന്നെ നമ്മള് ബംഗാളി പഠിച്ചിട്ട് ഇവിടത്തെ സ്ഥലമൊക്കെ വിറ്റ് പറക്കി അവിടെ പോയി സ്ഥലം വാങ്ങിച്ച് ബാക്കിയുള്ള പൈസ ബാങ്കിലിട്ട് സുഖമായിട്ട് ജീവിക്കണം. നോക്കിക്കാതെ എന്റെ നാവിലെഴുതി എന്നെ ബംഗാളി പഠിപ്പിക്കടാ. ബംഗാളി എനിക്ക് ബംഗാള ഭാഷ അറിയത്തുള്ള ശശി. പിന്നെ ബംഗാളിൽ ജനിച്ചു വളർന്ന നിനക്ക് ബംഗാളി ഭാഷ അറിഞ്ഞൂടേടെ? ഞാനൊരു മലയാളിയാ. മലയാളികൾക്ക് ഇപ്പൊ പണിയൊന്നും തരത്തില്ലല്ലോ, അതുകൊണ്ട് പണി കിട്ടാൻ വേണ്ടി ഞാൻ ഈ ബംഗാളികളുടെ കൂടെ അങ്ങ് കൂടിയതാ. അതാ ഞാൻ ഇങ്ങനെ എഴുതുന്നത്, മനസ്സിലായോ? അപ്പോ ഈ അമ്മച്ചി പറഞ്ഞ് നീ ഹിന്ദിയിലൊക്കെയാണ് കണക്ക് കൂട്ടലുകളൊക്കെ എഴുതുന്നതെന്ന്? ഹിന്ദിയില് കണക്ക് കൂട്ടല് എന്റെ പൊന്നി ചേച്ചി, ഞാനത് ഹിന്ദി എഴുതി പഠിച്ചതാ. നാരവാ നിങ്ങളെ കണക്കൂട്ടല് പാടുന്നു. ഇതാണ് നമ്മുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ്. ഇവർക്ക് നല്ല കൈയടി കൊടുക്കണം. നല്ല കൈയടി ഇവർ ഓൾറെഡി കൊടുത്തു. കാര്യം നമ്മുടെ സുന്ദരിക്കുട്ടി ആര്യയുടെ കണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഇവരെല്ലാരും വന്നിരിക്കുന്നത്. പിന്നെ ആ സ്പെഷ്യൽ കഴി അവിടുന്ന് കിട്ടി. അതെ 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 അതെ. നസീർക്ക നല്ലതായിരുന്നു കേട്ടോ. നല്ല രസമുള്ളൊരു കണ്ടന്റ് ആയിരുന്നു. അക്ഷരം പഠിപ്പിക്കാനായിട്ട് കൊണ്ടുവരുന്ന ആ ഒരു ബംഗാളി പയ്യന്, ബംഗാളിയായിട്ടാണ് നമ്മൾ ഇതുവരെ ക്ലൈമാക്സ് വരെയും അവൻ ബംഗാളി തന്നെയാണെന്നുള്ള ഇതിലാണ് ഇരുന്നത്. പക്ഷെ ക്ലൈമാക്സിൽ സാധനം തിരിഞ്ഞ് അതും നന്നായിരുന്നു. നല്ല രസമുള്ളൊരു സ്ക്രിപ്റ്റായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാതെ നിങ്ങൾ ഓടിച്ചുകൊണ്ട് പോയി. പക്ഷേ ഇച്ചിരി അകൽച്ച എവിടെയൊക്കെയോ ഫീൽ ചെയ്യുന്നുണ്ട്. ശകൽ ലാഗ് എവിടെയൊക്കെയോ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെയുള്ളൂ പ്രശ്നം. പിന്നെ പറഞ്ഞ കൗണ്ടറുകൾ, ഒരുപാട് കൗണ്ടറുകളൊന്നും ഇല്ലെങ്കിലും ആ ഉള്ള കൗണ്ടറൊക്കെ നന്നായിരുന്നു. വൃത്തിയായിട്ട് നിങ്ങൾ 3 പേരും ചെയ്തു. റിഹേഴ്സലൊക്കെ പക്കായിരുന്നോ? കുഴപ്പമില്ല, നോക്കിയിട്ടുണ്ടോ? കാര്യം നിങ്ങൾ ഇവിടെ സാധാരണ റിഹേഴ്സൽ പക്കായാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു ചെറിയ അന്താളിപ്പ്. അതെന്താണ് അങ്ങനെ വരുന്നത്? എന്തെങ്കിലും വിട്ടുപോയതോ അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും സാധനം ഓർമ്മ വരുന്നോണ്ട് പറഞ്ഞു പോകുന്നതാണോ? അങ്ങനെയല്ല, ഓൾറെഡി മറന്നുപോയതാ. ഒന്നാ ആണല്ലേ? മനസ്സിൽ നിന്ന് വിട്ടു പോകുന്ന ചെറിയ പിള്ളേരല്ലേ, ചിലപ്പോൾ ഉണ്ടാവാം. അതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് കാണുന്നു. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ബൈഹാർട്ടാക്കാനായിട്ട് 100% ശ്രമിക്കണം കേട്ടോ. നന്നായിരുന്നു, നല്ല രസമായിട്ട് 3 പേരും ചെയ്തു. ഓക്കെ, നന്നായിരുന്നു മക്കളെ, നന്നായിരുന്നു. ഞാനത് ആക്ച്വലി ബംഗാളിൽ നിന്ന് തന്നെയാണ് വിചാരിച്ചത് കേട്ടോ. അവസാനത്തെ ട്വിസ്റ്റ് വന്ന ആ പച്ച മലയാളം വന്നപ്പോഴാണ്. പിന്നും ടീച്ചർ പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. അവസാനം നമ്മൾ ഇവിടെ നിന്നെല്ലാം വിറ്റുപിറക്കി ബംഗാളിൽ പോകേണ്ടി വരും. ആ ഒരു ഇത് അത് തന്നെ, അല്ലാതെ കറക്റ്റ് കാര്യം തന്നെയാണ് പറഞ്ഞത്. നന്നായിരുന്നു. നിങ്ങൾ എടുത്ത ടോപ്പിക്ക് കൊള്ളാം, നല്ല രസമായിട്ട് എടുത്തു. രസമായിട്ട് ഓരോരുത്തരും ചെയ്യുകയും ചെയ്തു. ഇടയിൽ മാത്രം മോന് കുറച്ച് ത്രോട്ട് ഇതായപ്പം ചുമച്ചുകൊണ്ടേയിരുന്നു. ബട്ട് നന്നായിരുന്നു. നിങ്ങൾ 3 പേരും നിങ്ങളുടെ 3 പേരുടെ റോളും മനോഹരമായിട്ട് ചെയ്തു. നന്നായിരുന്നു കേട്ടാ. സൈന്ധവിന് തൊണ്ടക്ക് പ്രശ്നമുണ്ടല്ലേ? ഒരുപാട് എല്ലാവർക്കും ഉണ്ട്. അല്ല, അവൻ ഹൈല് ചെയ്തുകൊണ്ട് അത് പറ്റിപ്പോയതാ. സംസാരത്തിലൊന്നും അത് ഫീൽ ചെയ്യുന്നില്ല, ചുമയുടെ ഒന്നും. അതെ അതെ. ദേവിലക്ഷ്മി കാര്യം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ആര്യയ്ക്കും എനിക്ക് തോന്നുന്നത് സൈന്ധവിനും ഇന്ന് കുറവായിരുന്നു ശരിക്കും. ഈ പറഞ്ഞോട്ട് 3 പേരും ഒരേ ലെവലിൽ വരുമ്പോഴാണ് നമ്മുടെ സ്കിറ്റുകൾ നന്നാവണത്. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാലോ. പിന്നെ ഈ പറഞ്ഞിട്ട് എനിക്ക് ടോട്ടലി തോന്നിയത് 2 പേര് ഇത്തിരി ഡള്ളായിപ്പോന്ന് വെച്ചാൽ നിങ്ങളുടെ മറ്റുള്ള സ്കിറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മത്സരിച്ച് അഭിനയിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു മത്സര ബുദ്ധി ഇതിനകത്തുണ്ടായിരുന്നില്ല. കുറച്ച് കൗണ്ടറുകളും കുറവായിരുന്നു. ബാക്കി നിങ്ങളുടെ അവതരണമൊക്കെ നന്നായിരുന്നു. അപ്പോൾ ഇനിയെങ്കിലും ഗ്രൂമേഴ്സിനോട് പറയണം, ഞങ്ങൾ ആരെങ്കിലും കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഈ ഒരു കണ്ടന്റ് എടുത്തതിൻ്റെ പ്രശ്നമായിരിക്കാം. നല്ല മെസ്സേജൊക്കെ ഉണ്ട് എങ്കിൽ തന്നെയും നിങ്ങളുടെ 2 പേരുടെ ഭാഗത്തു നിന്നുള്ളൊരു തമാശകൾ കുറഞ്ഞു പോകുമ്പോൾ
കാരണം സൈന്ധവൊക്കെ ഉടനീളം കളിക്കുമ്പോഴാണല്ലോ സൈന്ധവൻ്റെയൊക്കെ സ്കിറ്റുകൾ അങ്ങോട്ട് പടാന്ന് അങ്ങോട്ട് പൊന്തി പോണത്. അപ്പോൾ സൈന്ധവിന് ഇപ്പോൾ ഒരു ക്ഷീണമുണ്ട്, അതുപോലെ തന്നെ കൗണ്ടറുകളും തമാശകളും കുറവായിരുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അത് രണ്ടുപേരും നികത്തിയിട്ട് വേണം വരാനായിട്ടാ. ഉറപ്പായിട്ടും. ആ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, അപ്പൊ ഇവരുടെ പോക്കറ്റ് മണി അംബികമ്മ കൊടുത്തു തുടങ്ങാം നമുക്ക്. ഒരു 12,000 രൂപ. ഓക്കെ, ആ വെച്ചുകൂടെ ചേട്ടാ. ഞാനൊരു 9,000 രൂപ കൊടുക്കും. ആ അപ്പൊ 21,000 രൂപ ആയിട്ടുണ്ട്. ബാക്കി ഞാൻ അത് തീർക്കാം. അറിഞ്ഞു കൊടുക്കുക. ടോട്ടൽ എമൗണ്ട് 50,000 രൂപ. ആ നല്ല എമൗണ്ട് ആണ്. അപ്പൊ അടുത്ത പ്രാവശ്യം ഇവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സനുപേട്ടനെ അറിയിച്ചിട്ട് ഒരുപാട് കൗണ്ടറൊക്കെ ആയിട്ട് നല്ല സ്കിറ്റ് കയറാൻ അടുത്ത പ്രാവശ്യം എന്നെ കൂടെ എടുത്തിരിക്കണേ. ശരി അമ്മജി. ആ സെട്ടാ. ശരി ചേട്ടാ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത സ്കിറ്റ് ഇറക്കട്ടെ. നമ്മുടെ വിനിൽ വെൺകുളം ഉണ്ട്, വിനോദേട്ടനുണ്ട്, കൂടെ ചിത്തൻ ചേട്ടനും ഒരു നല്ല കൈഡി. ഹലോ ഹലോ അച്ചു, അച്ചു ഞാനിവിടെ തിരക്കിലാണ്. എടി നീ വീട്ടിൽ അമ്മയുണ്ടല്ലോ, അമ്മയെ അനിയത്തിയെ കൊണ്ട് നീ ഹോസ്പിറ്റലിലോട്ട് പൊയ്ക്കോ. നിന്നെ ലേബർ റൂമിൽ കയറ്റുന്നതിന് മുമ്പ് ഞാൻ അവിടെ എത്തിയാ പോരെ. എടി അത് വേറൊന്നും കൊണ്ടല്ല, ഇന്നത്തെ ഈ റെക്കോർഡിംഗ് എന്ന പാട്ടെ ഒരാഴ്ച കഴിഞ്ഞിട്ട് റെക്കോർഡ് ചെയ്താൽ മതിയായിരുന്നു. ഞാൻ നിർബന്ധം പിടിച്ചിട്ടാണ് ഇന്ന് റെക്കോർഡിങ് വെച്ചത്. ലേബർ റൂമിൽ പൈസ വേണ്ടേ, അത് വീണ്ടും മാത്രമാണ് ഞാൻ റെക്കോർഡ് ചെയ്തത്. നീ ഒരു കാര്യം ചെയ്യ്, നീ ലേബർ റൂമിൽ കയറുന്നതിനകത്ത് വെച്ച് ഞാൻ പൈസ ആയിട്ട് അവിടെ എത്തും പോരെ. ഓക്കെ മോളെ, ഓക്കെ, സന്തോഷമായിട്ട് പോയിട്ട് വാ. നല്ലൊരു തക്കടുമുണ്ട കൊച്ചിനെ എനിക്ക് പ്രസവിച്ച് കയ്യിലോട്ട് കേട്ട് താങ്ങിയായിട്ട്. ഓക്കെ ശരി മോളെ, ശരി ശരി വെച്ചോ കേട്ടാ, ഞാൻ വിളിക്കാം. ശരി. നമസ്കാരം. ആരാ മനസ്സിലായില്ല? ആരാ? ഞാൻ തോട്ടിൽ ശങ്കരൻ. തോട്ടി ശങ്കുവരനല്ലോ, നീർക്കോലിയല്ലേ ഉള്ളത്. നിങ്ങൾ ആരാ? അതല്ല, ഞാൻ തോട്ടത്തിൽ ശങ്കരൻ എന്ന് പറയരുത്. അത് എന്താ വന്ന കാര്യം പറഞ്ഞില്ല? ഇതാണോ ഇവിടെ അക്വേറിയം ഇവിടെ 2 കിലോമീറ്റർ അപ്പുറത്താ. അതല്ല, ഈ റെക്കോർഡിംഗ് വ്യക്തമായിട്ട് പറയും എന്താണ്? പാട്ട് പാടുന്ന റെക്കോർഡിംഗ് സ്റ്റുഡിയോ അതിവിടെ തന്നെയാണ്. പാടാൻ വന്നാണോ? അതെ, പാടാൻ വന്നത്. എല്ലാം മനസ്സിലായില്ല? ഇല്ല. വയറിലായ ഗായിക. ഓ, ഇന്നിവിടെ റെക്കോർഡിങ്ങിന് പാടാനായിട്ട് വരുന്ന പെൺകുട്ടിയുടെ അച്ഛൻ അല്ലേ? മോളെന്തിയേ? വണ്ടിക്കകത്തുണ്ട്. സാർ എന്ത് ചെയ്യുന്നു? സാർ എന്ത് ചെയ്യുന്നു? ഇഷ്ടം പോലെ പോത്തുണ്ട്, 100ഓളം പോത്തുകളാ വളർത്തുന്ന ആളാ ഞാൻ. പോത്ത് കച്ചവടം അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. വേണോ പോത്തിന് ഒരെണ്ണം കൊണ്ടുവന്നിട്ടെ? റെക്കോർഡിങ്ങിനായിട്ടാ? റെക്കോർഡിങ്ങിന് വേണ്ട, വളർത്താനായിട്ടാ. ആവശ്യമുള്ള വീട്ടിനെ വളർത്തുന്നതിനെ പാടെ എനിക്കറിയാം. പിന്നെ അല്ലേ ഇത്? പിന്നെ ഈ മോള് ഒരുപാട് വൈറലായിട്ട് ഇതെങ്ങനെ വൈറലായത്? അയ്യോ, മോള് വൈറലായിട്ട് നിന്ന് തിരിയാൻ വയ്യ, ഒരു രക്ഷയില്ല. വെച്ചോണ്ടിരിക്കരുത്, ഇപ്പൊ തന്നെ ആശുപത്രി കൊണ്ടുപോകണം. തിരിഞ്ഞപ്പോ പെടലി അങ്ങനെ ഉളുക്കിയതായിരിക്കും അത്. ഏത്? അല്ല, നിന്ന് തിരിയാൻ പറ്റില്ലെന്ന് പറഞ്ഞ്. നിന്ന് തിരിയാൻ പറ്റില്ല, തിരക്ക് ഉദ്ഘാടനമല്ലേ? അത് ശരി, അത് ശരി. പോകുന്നു നാട മുറിക്കുന്നു, തിരികെത്തിക്കുന്നു, പോകുന്നു നാട മുറിക്കുന്നു, അങ്ങനെ മുറിച്ച് ഇപ്പൊ അവള് വീട്ടിൽ വന്നിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ വെച്ചിട്ടിരിക്കും. തന്നെ പരിപാടി അവൾക്ക്. എന്താ? ഹലോ സാർ. സാറേ, പാടാനുള്ള കൊച്ചും അച്ഛനും വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പാട്ട് പാടിയിട്ട് സാറിന് ഇന്ന് തന്നെ മെയിൽ ചെയ്തേക്കാം. വൈകിട്ട് മുമ്പ് ചെയ്തേക്കാം സാറേ. പിന്നെ ഫണ്ടിന്റെ കാര്യം മറന്നു പോയത്, വൈഫിനെ ഡെലിവറിക്കായിട്ട് ഹോസ്പിറ്റലിൽ കയറ്റിയേക്കാണ് സാറേ. അപ്പൊ അതൊന്ന് ഇച്ചി ടൈറ്റാണ് സാർ. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. സിനിമയുടെ ഡയറക്ടറെ വിളിച്ചത്. പേരെന്നാ? സിനിമയുടെ ഡയറക്ടർ സാറ് തെലുങ്ക് സിനിമയിലൊക്കെ ഒരുപാട് ഹിറ്റായിട്ടുള്ള രാം റെഡ്ഡി. പിന്നെ ഇതാണ് മോള് പാടേണ്ട പാട്ട് കേട്ടോ. എവിടെ? കൊച്ചിനെ കറക്റ്റ് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അതല്ലേ, അല്ലേലും ഞാനൊന്നും ആദ്യം വരികൾ നോക്കിയിട്ട് അവളെ കൊണ്ട് ഞാൻ പാടിക്കുള്ളൂ. ഇത് ഏത് രാഗത്തിലെ തൃപ്തിപ്പെടുത്തിയിരിക്കുന്നത്? ഇത് കാമ്പോജി. എന്താ? കാബേജ് ഇഷ്ടമല്ല. കാബേജാ? എന്റെ സുഹൃത്തെ, ഇത് കാമ്പോജി രാഗത്തിലാണ് ഈ പാട്ട് ചിട്ടപ്പെടുത്തിയേക്കുന്നത്. കാരണം ഈ സിനിമ എന്ന് പറയുക സംഗീതത്തിന് ഒരുപാട് പ്രാധാന്യം നൽകുന്ന സിനിമയാണ്. ഈ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന 2 കാമുകന്മാർ അവർ ഈ സിനിമയുടെ അവസാനം പിരിയാണ്. അത്രയ്ക്ക് ഹൃദയത്തിൽ ടച്ച് ചെയ്യുന്ന ഒരു പാട്ടാണിത്. അതെ സാറ് വരികൾ നോക്കൂ. അവള് കല്യാണിയാണ്, കല്യാണ രാഗത്തിലാണ് അവള് ഗീച്ചിക്കൊണ്ടിരിക്കുന്നത്. ഓ, കിടുക്കം വരികളാണല്ലോ. ഞാൻ ആദ്യം ഒന്ന് സ്പീച്ച് നോക്കാം. എത്ര മലയാളം അടിച്ച് കയറ്റി വെച്ചിരിക്കുകയാണ്.
എത്ര എന്തുവാണ് ഇത്? സാറൊരു കാര്യം ചെയ്യും, ആ കൊച്ചിനെ വിളിക്കാം, പാടാനുള്ള കൊച്ചിനെ വിളിക്കാം. കൊച്ചിനെ വിളിക്കട്ടെ? വിളിക്കാം. ഇതെന്താ ഇങ്ങനെ വിളിക്കണേ? എന്റെ ബിസിനസ് അറിയാല, അതുകൊണ്ടാണ്. മള്ളാ എന്തിനാണ് ഇവിടെ വന്ന് കിടന്ന് ഈ തുള്ളണത്? ഇങ്ങനെ വന്നത് ഇവിടെ വന്ന് ഈ കിടന്ന് തുള്ളി കഴിഞ്ഞ് വെറുതെ അണച്ച് ഇവിടെ കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം ഇത് അങ്ങോട്ട് കുടിച്ചേ കുടി. അച്ഛന് എന്തുവെള്ളം എടുത്ത് വെച്ച് ചുക്കുവെള്ളം ഒരു ചുക്കോ അതിനകത്തില്ല. ഞാനിങ്ങനെ പ്ലാടുവോ നാക്ക് പൊള്ളിയിട്ട് കൊള്ളാല. ഇത് എങ്ങനെ പ്ലാടുവോന്ന്? അതെ, സത്യം പറയാ കണ്ടതിൽ വളരെ സന്തോഷം. ഈ കൊച്ചു വൈറലായ വീഡിയോ ഒരുപാട് പേരിങ്ങനെ ഷെയർ ചെയ്യുന്ന ഞാൻ അറിഞ്ഞായിരുന്നു. പക്ഷെ എനിക്ക് ദൈവത്തെ ഇത് കാണാൻ പറ്റിയിട്ടില്ല. ഇത് എങ്ങനെ വൈറലായത്? ഇത് ടോപ്പ് സിംഗറിൽ പാടിയതാണ് സുഹൃത്തെ. ഞാൻ ആ പരിപാടി ഡെയിലി കാണുന്നതാണ്. ഇന്നത് വരെ ഞാൻ കണ്ടില്ലേ കൊച്ചിനെ ടോപ്പ് സിംഗറിൽ. അതിൽ ഓഡിയേഷന് പോയി അവര് ഓടിച്ച് ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞ്. ആ വാശിയുടെ കാര്യത്തിൽ ഇവള് ഒരു രക്ഷയില്ല. ഇവൾ അതിന്റെ കാരണം നേരെ സ്റ്റുഡിയോയുടെ ടോപ്പിൽ കയറി ഇന്ന് പാടി, അങ്ങനെ വൈറലായി. പാട്ട് കേൾക്കണം. ആ വീഡിയോ ഒന്ന് കാണിച്ചു. വീഡിയോ കേട്ടോ, കറക്റ്റ് ആയിട്ട് നോക്കിയോട്ടോ. আজি সিনা অছি দুর্বল মূল চাহিলে বদলি দিবি। আজি সিনা অছি দুর্বল মূল চাহিলে বদলি দিবি। তোতে নেই দিবি আফ্রিকা। എന്നൊരു കാര്യം ചെയ്യും, തുടങ്ങിയാലോ? അപ്പോ ആദ്യം നമ്മൾ എന്തായാലും ആദ്യമായിട്ടാണല്ലോ സ്റ്റുഡിയോയിൽ വന്നൊരു പാട്ടിങ്ങനെ പാടുന്നത്. സ്റ്റുഡിയോയിൽ പാടുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കീർത്തനം പാടിയിട്ട് നമുക്ക് വോയിസിന്റെ ലെവൽ എവിടം വരെ നിൽക്കുമെന്നൊന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം അങ്ങാട്ട് ചാടിക്കയറി പോയാൽ എങ്ങി വാ, അത് പിന്നെ. അപ്പൊ ആ ലെവൽ എവിടം വരെ നോക്കുന്ന ഒരു ദൈവത്തിന്റെ കീർത്തനം പാടി അത് കൊള്ളായിരുന്നു. കീർത്തനം വെച്ച് കീർത്തനം കൃഷിനാശകുളത്തെ പാശരണം. എങ്ങനെ ഒന്നുകൂടെ പാട്. ആ ഏരിയയിൽ മഴ വല്ലതും പെയ്താ? അല്ലെ കൃഷി മൊത്തം നശിച്ചു പോയതുകൊണ്ട് ചോദിച്ചതാ. ആ പാടത്ത് നെല്ല് പോലും കിളുത്തിട്ടില്ല. ഒരു പാട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഹൃദയം കൊണ്ടെഴുതുന്നു കവിത. ഹൃദയം കൊണ്ടെഴുതുന്ന കവിത. കറക്റ്റാ. ഹൃദയാമതിൻ പാസ. ഹൃദയാമതിൻ പാസ. ഏതൊരു പഠിച്ച് SLC പാസാ? അതെങ്ങനെ കേട്ടാ. ഇനിയിപ്പോ വേറെ ഒന്നും നോക്കാനില്ല. അപ്പൊ ഏകദേശം പാട്ടിന്റെ കാര്യം തീരുമാനമായി. ആദ്യമായിട്ടല്ലേ സ്റ്റുഡിയോ പറഞ്ഞേ, നമുക്ക് അങ്ങ് തുടങ്ങിയാലോ? ഇങ്ങനെ സമയങ്ങളില്ല. നമുക്ക് ഒരു കാര്യമുണ്ട്, നീ നേരെ കയറി പറഞ്ഞു. ഞാൻ അടുത്ത സ്റ്റുഡിയോയിലേക്ക് പോകേണ്ടതാണ്. അതാണ് പറഞ്ഞ ഇനി സമയം കളയല്ല, നേരെ നമുക്ക് റെക്കോർഡിങ്ങിന് പോവാം. കയറിക്കോ. ഈ ഫ്രണ്ട് ഇരിക്കുന്ന കോലെടുത്ത് മാറ്റാൻ പറ. എനിക്ക് ഒന്നും കാണാൻ വയ്യ ഫ്രണ്ടിലുള്ള. എന്റെ കൊച്ച അതിനകത്ത് പാടിയാലേ ഇവിടെ എനിക്ക് കേൾക്കാൻ പറ്റും, എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായ? എങ്കിൽ ഈ അരിപ്പെങ്കിലും ഒന്ന് എടുത്ത് മാറ്റി. എന്റെ കൊച്ച അതിനകത്ത് അങ്ങോട്ട് പാട്. ആ ഹെഡ്സെറ്റ് എടുത്ത് ചെവി വെച്ചോ. ഹെഡ്സെറ്റ് വെക്കാൻ. ഹെഡ്സെറ്റ് എടുത്ത് അതിൽ വെക്കട്ടെ. പിന്നെ ഇത് വെക്കാൻ പറഞ്ഞു. അത് ചെവിയിലോട്ട് വെക്കാനാണ് പറഞ്ഞത്, കൊണ്ടുപോകാനല്ല പറഞ്ഞത്. ചെവിയിലാൻ വെക്കാനാ പറഞ്ഞത്. എന്റെ മോക്ക് താഴെ വന്ന്. എന്റെ കൊച്ച അങ്ങനെയല്ല, നേരെ വെക്കത്. എങ്ങനെ നേരെ വെക്ക്? ഇങ്ങനെ അങ്ങനെയല്ല, ഇത് എടുത്തിട്ട്. ഇതെന്തോന്ന് കാണിക്കുന്നത്? ഇക്കിള് പോലെ. ഇങ്ങോട്ട് കയറിയില്ല അങ്ങോട്ട്. ഇതൊക്കെ അല്ല വെച്ച് കീച്ചണേ. അപ്പൊ മോൾ റെഡിയാണോ? റെഡിയാണ്. അപ്പൊ പോവാം. എവിടെ പോവാന്ന്? അല്ല ടേക്ക് പോവാന്ന്. അച്ഛാ തേക്കടി പോവാന്ന് പറഞ്ഞു വിളിക്കുന്ന അച്ഛാ. എവിടാ തേക്കടി? ഞാനിവിടെ നിൽക്കുമ്പോ എന്റെ മകളെ താൻ തേക്കടിക്ക് കൊണ്ടുപോകും. അല്ലടോ, എടോ തനിക്ക് നാണമുണ്ടോ? എന്റെ മകളെ തേക്കടിക്ക് കൊണ്ടുപോകാൻ ഞാനും വരും. ഏടോ സുഹൃത്തെ, പാട്ട് പാടണമെങ്കിൽ ഞാനിവിടെ ടേക്കെന്ന് പറയുമ്പോ മോള് പാടി തുടങ്ങണം കേട്ടോ. ആദ്യമായിട്ടായതുകൊണ്ടാ ഇങ്ങനെയൊക്കെ കേട്ടോ. റെഡിയാണോ മോളെ? ഇത് പാട്ടാണ് പാടണ്ടേ? ഏത് പാട്ടാ? കൊഞ്ചി കരയല്ലേ. അത് കാരണം എന്താന്ന് പറയാ, ഈ സിനിമയിൽ 2 പാട്ടുകളുണ്ട്. ഇപ്പൊ ഒരെണ്ണം പഴയ പാട്ടെടുത്ത് നമ്മൾ പാടുകയാണ് ഈ സിനിമയിലേക്ക് വേണ്ടി. റെഡിയാണല്ലോ? ട്രാക്കൊക്കെ റെഡി, ടേക്ക്.
കൊഞ്ചി ഇവിടെ നിന്ന് കരഞ്ഞു നാശോ. ഇതെന്താ നിർത്തി കൊച്ചു നിർത്തണ്ട, പാടിപ്പൊക്കോ. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഞാൻ മിക്സിങ് ശരിയായിക്കോളാം. കണ്ട, ഞാൻ അപ്പോഴേ പറഞ്ഞാണ് അച്ഛൻ്റെ അത് എടുത്തോണ്ട് വന്നിട്ട് ഇപ്പൊ പുള്ളി ശരിയാക്കി തരത്തില്ലായിരുന്നോ? എന്ത് മിക്സി ശരിയാക്കി തരാന്ന് പറഞ്ഞു? പിന്നെ ചാറ് കൊണ്ടുവന്നാ മതിയാ. സുഹൃത്തെ, ഞാനിവിടെ നിങ്ങളുടെ മിക്സി ശരിയാക്കാനും വാഷിംഗ് മെഷീൻ ശരിയാക്കാനും ഇരിക്കുന്നതല്ല. ആ പാടുന്നത് ഞാൻ മിക്സിങ്ങിന് ശരിയാക്കിക്കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞതാണ്. മനസ്സിലായ? ഓഹോ, റെഡി. പോയി. ഇത് കൊഞ്ചി കരയണോ? ഹലോ, ആ എവിടെയാടാ? എന്റെ സുഖു തീറ്റ അവിടെ വെച്ചിട്ടുണ്ട്. എല്ലാ പോത്തിനും എടുത്തിട്ട് കൊടുക്കണം കേട്ടോ. എടാ, അവിടെ എടുത്തു വെച്ച് ഞാൻ ഇവിടെ വന്ന് കൊച്ചിനായിട്ട് ഒരു പാട്ട് പാടാനായിട്ട് വന്നതാണെന്ന്. ഓക്കെ, ശരി. അതെ, ഞാൻ നിങ്ങളുടെ കാല് പിടിച്ചൊരു കാര്യം പറയട്ടെ. നിങ്ങൾ പോത്ത് കച്ചവടമൊക്കെ വീട്ടിൽ വെച്ചാൽ പോരെ, ഇവിടെ കിടന്ന് ബഹളം വെക്കല്ലേ, റെക്കോർഡിങ് നടക്കുകയല്ലേ ഇത്. ഞാൻ പാടിക്കോട്ടൊന്ന് ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ ഓൾറെഡി നിങ്ങളെ മോള് വൈറലായിട്ട് നിൽക്കുകയല്ലേ. ഈ പാട്ടും കൂടെ പാടിക്കഴിഞ്ഞാൽ നിങ്ങളെ മോളെ റേഞ്ച് മാറും, പിന്നെ പിടിച്ചാ കിട്ടൂല. പിന്നെ ഒരുപാട് പ്രോഗ്രാമായി, ട്രിപ്പുകളായി. ഇപ്പോഴും ഉണ്ടല്ലോ. ഇവള് പാടും, എന്നെ നാട്ടുകാർ ഓടിച്ചിട്ട് തല്ലും, ഞാൻ പോയിട്ടുണ്ട്. ഇത് തന്നെ പരിപാടി. അവസാനമായിട്ട് ഒരു ചാൻസ് പ്ലീസ്. അതുകൊണ്ടാ. റെഡി. കൊഞ്ചി കരയല്ലേ, കൊഞ്ചി കരയല്ലേ, ഇളമനമൊരുകല്ലേ, പാടും പോലെ കൊഞ്ചി കരയല്ലേ, മതിയോ? അത് വേറെ ശരിയായി, അത് വേറെ കറക്റ്റ് ആണ്. ബാക്കി ഞാൻ ശരിയായിക്കോളാം. അടുപ്പിച്ചാ ഞാൻ ശരിയായിക്കോളാം കേട്ടോ. പ്രാക്ടീസ് കുറവായതുകൊണ്ടാണ്. എനിക്ക് മനസ്സിലായി. വളരെ സന്തോഷമുണ്ട്. ഓക്കെ, പോട്ടോ കേട്ടോ. ഇതെന്തിങ്ങനെ മോളെ സംഗീതം പഠിപ്പിക്കണം? ഇഷ്ടം പോലെ പാടുവന്നേ. എന്ത് സാറേ, ഓക്കെ, ആ റെക്കോർഡിങ് കഴിഞ്ഞു കേട്ടോ സാറേ. ഞാനൊരു കാര്യം ചെയ്യും, സാറിന് ഇപ്പൊ തന്നെ അത് മെയിൽ ചെയ്തേക്കാം. സാറേ, ആ എമൗണ്ട് എനിക്ക് ഇപ്പൊ തന്നെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്തേക്കണം സാറേ. എനിക്ക് അർജന്റായിട്ട് വൈഫിന്റെ ഡെലിവറി. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. ശരി, നമസ്കാരം. ഇതിപ്പോ എന്താ കാണിച്ചത്? ഞാൻ തൊട്ടുമുത്തിയതാ. എവിടെ തൊട്ടുമുത്തി? ഇതിനകത്ത്. എന്റെ ഭഗവാനെ, ഈ ഡിലേറ്റ് സ്വിച്ചിലാണ് നിങ്ങളെ വിളിച്ച് ചെക്കാൻ പറഞ്ഞത്. എല്ലാം ഡിലേറ്റ് ആയി പോയാലും ഞാൻ ഇനിയിപ്പോ എന്തോ ചെയ്യും? നമുക്കൊരു കാര്യം ചെയ്താലോ, ഇനി ഒന്നാം ആദ്യം തൊട്ട് പാടിയാലോ? വൈറൽ ഗായികയ്ക്ക് നല്ലൊരു കയ്യടി. ബിജുകുട്ടൻ ചേട്ടാ, നല്ല കണ്ടന്റ് ആയിരുന്നു കേട്ടോ, നല്ല കണ്ടന്റ് ആയിരുന്നു. കാര്യം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പാട്ട് അറിയാവുന്ന ആൾക്കാരും പാടി വൈറലാവുന്നുണ്ട്, പാട്ട് അറിയാത്തവരും പാടി വൈറലാവുന്നുണ്ട്. കാരണം നെഗറ്റിവിറ്റിക്കാണ് ഇപ്പോൾ കൂടുതൽ ഇതെന്ന് തോന്നുന്നത്. അപ്പം അങ്ങനെ ഒരു സ്കിറ്റ് എടുക്കുമ്പോൾ ഒരുപാട് തമാശകൾ അതിനകത്ത് ഉൾപ്പെടുത്തായിരുന്നു. കാരണം അറിയാത്തവർ വന്നു പെടുമ്പോഴുള്ള ഒരു കാര്യങ്ങൾ, പക്ഷെ അത് അത്യാവശ്യം തമാശകളുണ്ടായിരുന്നു. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് ഒരുപാട്, കാരണം ഈ ഒരു കോസ്റ്റ്യൂം ഇട്ട് വന്നപ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ച് ആ ഒരു പ്രതീക്ഷയ്ക്ക് ഒത്തിട്ടുള്ള ഒരു തമാശകളുണ്ടായിരുന്നില്ല. വിനോദമൊക്കെ നന്നായിരുന്നു കേട്ടോ. വിനോദിൻ്റെ ഒരു ആ പോത്ത് കച്ചവടത്തിൻ്റെ സാധനവും ആ മീശയും ആ മുണ്ടുടുക്കലും എല്ലാം സ്റ്റൈലൊക്കെ നന്നായിരുന്നു. ചെവിയിൽ വലിയ രോമം. പിന്നെ വിനീലിൻ്റെ സൈഡിൽ നിന്ന് ഒട്ടും തന്നെ തമാശ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവർ രണ്ടുപേരും മാക്സിമം ചെയ്തിട്ടുണ്ട്. അപ്പോൾ തമാശയുടെ ഒരു കുറവുണ്ടായിരുന്നു എനിക്ക്, എൻ്റെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ. ബാക്കിയെല്ലാം വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. നസീർക്ക, തമാശ കുറച്ച് കുറവുണ്ടെങ്കിലും സാധനത്തിനൊരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. കാര്യം ഇപ്പോഴത്തെ സിറ്റുവേഷന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഏത് രീതിയിലാണ് മനുഷ്യനൊന്ന് വൈറലാകുക എന്ന് പറഞ്ഞ് ആലോചിച്ച് ചിന്തിച്ച് നടക്കുക. ആലോചന വരെയും ഷൂട്ട് ചെയ്തിട്ടിട്ടാൽ അതും വൈറലാകും. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ത്രെഡ് പിടിച്ചെടുത്തത് നന്നായിട്ടുണ്ട്. നിങ്ങളെ കൊണ്ടുള്ളത് മാക്സിമം നിങ്ങൾ ചെയ്തു. പക്ഷേ ഈ ചിരിയുടെ കുറച്ച് കുറവ് വന്നു. സാധനം ഉള്ളത് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. തമാശയുടെ പോരായികൾ മാത്രമേ ഇതിൻ്റെ അകത്ത് ഫീൽ ചെയ്തുള്ളൂ. കുറച്ചുകൂടെ വേണമെങ്കിൽ ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ, കുറച്ചുകൂടെ സമയമെടുത്തിരുന്നെങ്കിൽ വേണമെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ആഡ് ചെയ്യാമായിരുന്നു. സാരമില്ല, ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു പോയില്ല. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കഥയില്ല. അടുത്ത പ്രാവശ്യം നന്നാക്കുക. ഓക്കെ, റെഡിയാക്കി കുറച്ചുകൂടെ കോമഡി സെറ്റ് ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അമ്പിയമ്മ.
കൊള്ളായിരുന്നു, നന്നായിരുന്നു. നിങ്ങളുടെ ആ ഗെറ്റപ്പും ആ കളറും ആ സിംഗറിൻ്റെ കളറും ഒക്കെ കൂടെ നല്ല ടോപ്പിക്കും നല്ല രസമുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ ഇത് ഫീൽ ചെയ്തെങ്കിലും എനിക്കിഷ്ടമായി, എനിക്ക് നല്ല രസമായിട്ട് ഇഷ്ടമായി. പിന്നെ മ്യൂസിക് ഡയറക്ടർ മറ്റേ ഡെലിവറിയും കൂടെ ഉള്ളതുകൊണ്ട് ആ ഒരു ടെൻഷനും കൂടെ വേണമായിരുന്നു, അതുകൊണ്ട് ഓക്കെയാണ്. ബട്ട് എനിവേ ഇറ്റ് വാസ് നൈസ് ഫൺ. താങ്ക് യു. താങ്ക് യു. അപ്പൊ ഇവരുടെ മാർക്സ് കൊടുക്കാം. ഓക്കെ, ഞാനൊരു 7000 രൂപ. 7000 രൂപ. ഞാനൊരു 8000 രൂപ. 15000 രൂപ ആയിട്ടുണ്ട്. ബിജുക്കുട്ടൻ ചേട്ടാ ബാലൻസ് ഞാനങ്ങ് അയച്ചേക്കാം. ടോട്ടൽ എമൗണ്ട് 30000 രൂപ. ഉഷാറായിട്ട് അടുത്ത പ്രാവശ്യം പോരാ, നമുക്ക് ഒരു 1 ലക്ഷം ഒക്കെ അടിക്കണം. ഓക്കെ, ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത ടീം റെഡിയാണ്. കൊച്ചു പ്രതിവേട്ടനുണ്ട്, ബീച്ചേട്ടനുണ്ട്, കൂടെ സുധീഷ് മുല്ലൂർ. ഒരു നല്ല കൈഡി. എല്ലാരും ഉണ്ടല്ലോ. മോനെ ജീവ, ഓ മോന് മാമന്റെ ഗുണസ്തേ. ഗുണസ്തയോ? ഗുഡ് മോർണിംഗ് നമസ്തേ കട കുടുങ്ങിപ്പോയതാ, സോറി. കുഴപ്പമില്ല. നിങ്ങൾക്കൊന്നും ഞങ്ങളുടെ ഒരു വിഷമം സങ്കടം ഒന്നും അറിയണ്ട. എത്ര കാലമായി എന്നറിയാവോ പിള്ളേരെ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടിട്ട്. ശരിക്കും പറഞ്ഞ ഒരു എന്റർടൈൻമെന്റും ഇല്ല, ഒരു കിരികിരിപ്പും ഇല്ല. ആദ്യം ഈ 6ാമത്തെ ബ്ലോക്കിൽ ചെറിയ കിരികിരിപ്പ് കിട്ടിക്കൊണ്ടിരുന്നതാ. ഇപ്പൊ അവരാണ് ആ മതിലങ്ങ് അടച്ചു കളഞ്ഞു, അതോട് തീർന്നു. ഇവിടെ കിടന്ന് മടുത്ത് ഒരു ദിവസം ഞാനങ്ങ് ചാടി ഞാൻ റോട്ടിൽ ചെന്നപ്പോ ആൾക്കാർ കൂടി. അവര് പറയാ മെക്കാളപ്രഭു ദേ വീണ്ടും ഇന്ത്യയില് പറഞ്ഞിട്ട് ഇംഗ്ലണ്ടിൽ കൊണ്ടുപോകാൻ നോക്കിയത്. അവസാനം പിള്ളേരുടെ കാല് പിടിച്ചിട്ടാ എന്നെ ഇവിടെ തിരിച്ചു കൊണ്ടാക്കിയത്. ദൈവമേ, ഓരോ കാര്യങ്ങള് പേപ്പറിൽ വല്ല ഗിരിഗിരിപ്പ് ഉണ്ടോന്ന് നോക്കാം. ഇപ്പൊ അതാ കാലം. അയ്യോ 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 എന്താ എനിക്ക് സഹിക്കാൻ പറ്റില്ല. നോക്ക് എന്നെ തൂക്കാനല്ല പറഞ്ഞേ, പത്രം നോക്കടാ. പത്രം നോക്ക്. തേങ്ങയുടെ വില കുറച്ചു. ഒറ്റ താങ്ങിയാൻ തരും. എടാ പേപ്പർ മറിച്ച് നോക്കാൻ അകത്ത് നോക്ക്. അയ്യോ അയ്യോ, എങ്ങനെ സഹിക്കുവോളെ? എനിക്ക് സഹിക്കാൻ പറ്റില്ല. എടാ ഇന്നലെയും കൂടെ നമ്മൾ കണ്ടതല്ലേ? ഇന്നലെ പറഞ്ഞതല്ലേ? ആ മുഖം ഒരു നേരം, ഒരു നിമിഷത്തേക്കെങ്കിലും നമുക്ക് പോയി കാണണ്ടേടാ. ഇനി നമുക്ക് ജീവിതത്തിൽ കാണാൻ പറ്റൂല. എത്ര മണിക്കാളിയാ? അയ്യോ 9 മണിക്ക്. അയ്യോ 9 മണിക്ക്. അയ്യോ എന്തോ ചെയ്യും? എന്തോ കരയുന്നെന്തുവാ? അറിഞ്ഞോ? പറയും. താങ്ങാൻ പറ്റൂല, പറയല്ലേ. എനിക്ക് പറയണം. അറിഞ്ഞോ? അരിഞ്ഞ് സാമ്പാറിനുള്ള അരിഞ്ഞ്, ഇനി തോരനുള്ള അരിയണം. പച്ചക്കറി അരിഞ്ഞു എന്നല്ല ചോദിച്ചേ, കാര്യങ്ങൾ വല്ലതും നിങ്ങൾ അറിഞ്ഞോ? ഇല്ല. നോക്കങ്ങോട്ട്. എന്തു പറ്റി? എനിക്ക് മലയാളം വായിക്കാൻ അറിഞ്ഞൂടാ. കൈയെടുത്ത് തന്നെ ചെന്ന് എന്തോ ഇത്, ആരേലും മരിച്ചോ? അല്ല, മരിച്ചതല്ല. ഇനി ഇതെന്തോ ഒന്ന് പറ, എന്തോ സംഭവം എന്തുവാ? കണ്ണു തുറന്നു നോക്ക്, കൊച്ചിയിൽ സണ്ണി ലിയോൺ വരുന്നേ. എന്താ? സണ്ണി ലിയോൺ നമ്മുടെ കൊച്ചിയിൽ വരണമെന്ന്? സണ്ണി ലിയോൺ നമ്മുടെ കൊച്ചിയിൽ വരുന്നത്. സണ്ണി ലിയോൺ നമ്മുടെ കൊച്ചിയിൽ വരുന്നത്. എന്ത് സന്തോഷമില്ലേ? ഈ സണ്ണി ലിയോൺ എന്ന് വെച്ചാ എന്താ? പാഷൻ ഫ്രൂട്ട് കണക്കിന് ഒരു പഴം. പാഷൻ ഫ്രൂട്ട് കണക്ക് ഒരു പഴം. ഞാനത് കണ്ടിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. ടച്ച് ഫോണുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ കാണും? എങ്ങനെ കാണും? ഇത് പഴമാണല്ലേ? പഴമാണ്. ഇപ്പൊ പഴമാണ്. പോകുമ്പോ എനിക്കൊരു 1.5 കിലോ മേടിച്ചോണ്ട് വരണേ. എന്റെ മുതുപഴമേ, സണ്ണി ലിയോൺ എന്ന് വെച്ചാൽ
ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരു സിനിമാ നടിയാണ്. സിനിമാ നടിയാണ്. സിനിമാ നടിയാണ്. സിനിമാ നടിയാണ്. അല്ലടാ, ഹരിതകർമ്മസേനയില് പ്ലാസ്റ്റിക് എടുക്കാൻ പോണ സണ്ണി ലിയോൺ. ഇതാര് പറഞ്ഞു മനസ്സിലാക്കാൻ? സണ്ണി ലിയോൺ എന്ന് പറഞ്ഞ നടിയാണോ? സിനിമ നടിയാണോ? സിനിമാ നടിയാണ്. അവരിന്ന് കൊച്ചിയിൽ വരുന്നുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് ഇവരാരും അറിയാതെ ചാടും. സണ്ണി ലിയോൺ. ഞാൻ വരില്ല. അതെന്ത്? ഞാൻ വരില്ല. എന്റെ മക്കള് പറഞ്ഞിട്ടുണ്ട്, ഇതുപോലുള്ള ചീത്ത കൂട്ടുകെട്ടി പോയാൽ നശിച്ചു പോകുമെന്ന്. ഞാൻ മോനെ, നമ്മള് ചീത്ത കൂട്ടുകെട്ട് നല്ല കൂട്ടുകെട്ടൊന്നുമില്ല. ഉദാഹരണത്തിന് സോഡ. എത്ര കാലമായി മദ്യത്തിന്റെ ഒപ്പം കൂടിയിട്ട് വല്ല ചീത്തപ്പേരുണ്ടോ സോഡയ്ക്ക്? അപ്പൊ നമുക്ക് എല്ലാവർക്കും പോവാം. സണ്ണി ലിയോൺ, പ്രഭാകരാണ്, സുധാകര, രമേശ്, വാഴ. മനുഷ്യ അറിയാതെ വേണം പോവാൻ. പിന്നെ മെയിൻ ആയിട്ട് അറിയാലോ, സന്ധ്യ എന്തോന്ന് അറിയാലോ? സന്ധ്യ ആയി കഴിഞ്ഞാൽ വിളക്ക് കൊടുത്തണം, നാമം ജപിക്കണം. അതല്ല, ഇവിടുത്തെ സന്ധ്യ മേളം ഇല്ലേ, സൂപ്പറിന്റെ അറിയരുത്. ഇപ്പൊ രാവിലെ 7 മണി കൃത്യം. ഇത് കഴിഞ്ഞ അറിയാല്ലേ 8 മണി. മഞ്ഞക്കാർഡ് എന്റെ കയ്യിലുണ്ട്. ഞാൻ 2 അവന്മാരെ ഞാൻ തീർക്കും. അതാണോ പറഞ്ഞേ? നമ്മൾ ഇവിടുന്ന് ചാടുന്നു. അറിയാലോ, ഈ സന്ധ്യ എന്ന് പറയാൻ സദാസമയം കൂടെ ഉണ്ട്. എന്നാ അവനിന്ന് എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. സദാശിവനെ ഞാൻ ഇന്ന് കൊല്ലും. സദാശിവനെന്നല്ല പറഞ്ഞത്. പിന്നെ സന്ധ്യയുടെ പിന്നാലെ സന്ധ്യ സദാസമയം നമ്മുടെ കൂടെ ഉണ്ടല്ലോ ഈ മേഡം. അതുകൊണ്ട് അവര് അറിയരുതെന്നാണ്. അറിയരുത്. ഓക്കെ, ഞാൻ റൂട്ട് മാപ്പ് പറഞ്ഞുതരാം. ഇത് മനസ്സിലായോ? 11. സോറി. ഇപ്പോഴോ? ഗോൾ പോസ്റ്റ് കൊല്ലും ഞാൻ. അതല്ല, ഇതാണ് മെട്രോയുടെ തൂണ്. ഇതിന്റെ മേലേക്കിടെ പോണത് റെയിൽ പാളം. ഓക്കെ, ഇത് മനസ്സിലായോ? നായാണോ? അതാണ് മഴവിൽ പാലം, മറൈൻ ഡ്രൈവിലെ. ഇതാണ് കൊച്ചിയുടെ ഹൃദയഭാഗം. ഹൃദയഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് സണ്ണി ലിയോൺ വരുന്നത്. ഇവിടെയാണ് കറക്റ്റ് പ്ലോട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നുമില്ല. സണ്ണി ലിയോണെ കാണാൻ പോകുന്നു. അടിച്ചപ്പൊളി. പിന്നെ നമ്മൾ എവിടെ എത്തിയെന്നറിയാ? എവിടെ? കൊച്ചു പ്രദീപിന്റെ വീട്ടിന്റെ അടുത്ത്. കൊച്ചു പ്രദീപിനെ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. താണ്ട എഴുതി വെച്ചേക്കാണ് ഐ ലവ് യു കൊച്ചു വന്ന്. ഐ ലവ് യു കൊച്ചു എന്നല്ല, ഐ ലവ് യു കൊച്ചി. എടാ പൊട്ടന്മാരെ, നമ്മളിവിടെ കൊച്ചിയിലെത്തി. അയ്യോ, ഇനിയിപ്പോ സണ്ണി ലിയോണിനെ കാണണം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ്? AC ഫ്ലോറിലാണ് സണ്ണി ലിയോൺ വരുന്നത്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നല്ല തണുപ്പായിരിക്കും. ഒരു സെറ്റർ മേടിച്ചിട്ടോ? അതെ, നമുക്ക് വയസ്സും പ്രായമോ കയ്യിൽ തണുപ്പായിരിക്കും. ആ ആളിനും കൂടെ ഒരു സെറ്റർ വാങ്ങിച്ചിട്ടോ? എനിക്ക് സെറ്ററിന്റെ യാതൊരു ആവശ്യമില്ല. അതെന്ത്? എത്ര കൊടിയ തണുപ്പും അതിജീവിക്കുന്നവനാണ് ഞാൻ. കേട്ടോ, കൊടിയ തണുപ്പ് അതിജീവിക്കുമെന്ന്. മകരമാസം ഒന്ന് വരണം. അടുപ്പിലെ ചൂട് ചാമ്പല് മാറ്റിയിട്ടാണ് അളിയനെ ഞാൻ വെളിയിൽ എടുക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ സണ്ണി ലിയോണിനെ കാണുന്നു. ആരും തിക്കി തിരക്കല് ബഹളം ഉണ്ടാക്കരുത്. സെൽഫി എടുക്കുക, നമ്മൾ പോവുക. സെൽഫി. ഞാനൊരു കാര്യം പറയട്ടെ. എന്തോന്നാണ് ഇത്? എനിക്കറിയാം, എന്നെങ്കിലും സണ്ണി ലിയോണെ ഞാൻ കാണുന്നറിയാം. അതുകൊണ്ട് രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാതെ ഇരുന്നുണ്ടാക്കി ഉണ്ണിയപ്പാണ് കണ്ട. ഒരുപോലെ കണ്ണടയ്ക്കായിരുന്നു ഉണ്ടാക്കി ഉണ്ണിയപ്പ. അതില് പകുതിയും കരിഞ്ഞു പോയല്ലോ. അതല്ല പറഞ്ഞ, ഒരുപോലെ കണ്ണടച്ചില്ല, മറ്റേ പോളെ അടച്ചാർന്നവ. ആ സമയത്ത് അത് കരിഞ്ഞും പോയി. ഇതാണ് സണ്ണി ലിയോൺ കൊണ്ട് കൊടുക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ സണ്ണി ലിയോണിനെ എനിക്ക് കാണാൻ പറ്റിയില്ലെന്ന് തോന്നുന്നു. അടുത്ത ജന്മത്തിലെങ്കിലും ഞാൻ സണ്ണി ലിയോണിനെ കണ്ടിരിക്കും. പറ്റില്ലളിയാ, ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഇനി ഇല്ല. അത്ര തന്നെ. വിളിക്കണം. നമ്മൾ ചാടി ഹലോ ഹലോ. പറടാ. നീയൊക്കെ ഇത് എവിടാടാ? ഞാൻ റൂമിൽ തപ്പി നിന്നൊന്നും കണ്ടില്ലല്ലോ. നീയൊക്കെ എവിടാന്ന്? ഞങ്ങൾ ഇവിടെ ഒരാളെ കാണാൻ വന്നത്. എടാ, ഞങ്ങള് ജീവിതം സുഖിക്കാൻ വേണ്ടി വന്നത്. നീയൊക്കെ അവിടെ കിടന്ന് പരിപ്പും സാമ്പാറും കഴിച്ച് ചാകത്തേ ഉള്ളൂ. ഞങ്ങളിപ്പോ എവിടെ നിക്കണമെന്ന് അറിയാമോ? എവിടെ? പറഞ്ഞുകൂട്. അളിയാ, ഞങ്ങള് കൊച്ചിയിലെന്താ സണ്ണി ലിയോണെ കാണാൻ പോവാടാ. സണ്ണി ലിയോണെ. എടാ കാജാബീഡി, എടാ ഈ പറയുന്ന സണ്ണി ലിയോൺ കൊച്ചി വരുന്നത് ശരിയാണ്. പക്ഷെ എവിടെ വരുമെന്ന് നിനക്കറിയാവോ? എവിടെ? നമ്മള് താമസത്തെ ശരണാലയത്തില്. അവിടെയാണ് സണ്ണി ലിയോൺ വരുന്നത്. ഇല്ലേ? ഞങ്ങൾ എല്ലാരും കൂടെ സ്പീഡിന് ഓടി അങ്ങോട്ട് വന്നാലാ? ഓടി വന്നിട്ടൊന്നും കാര്യമില്ല. അവര് നല്ലൊരു ഡൊണേഷൻ തന്നിട്ട് താണ്ടി ഇപ്പൊ ഇറങ്ങാൻ നിൽക്കുന്നു. പിന്നില്ലേ? അയ്യോ, സണ്ണി ലിയോൺ വന്നത് നമ്മളെ സാക്ഷി, ആഗ്നേയ ശൈലങ്ങൾ സാക്ഷി.
അകമേരിയും ഇവിടെ എനിക്ക് അവൻ്റെ അടുത്ത് ചോദിക്കണം എനിക്ക് അവൻ്റെ അടുത്ത് ചോദിക്കണം അവൻ്റെ അടുത്ത് ചോദിക്കണം എല്ലാം കെടുത്തി കളഞ്ഞില്ലടാ എനിക്ക് അവൻ്റെ അടുത്ത് ചോദിക്കണം ഒന്നും പറയല്ലേ. സണ്ണി ലിയോൺ വന്നത് എവിടെയെന്ന് അറിയാല്ല, നമ്മളെ ശരണാലയത്തില്. നീയല്ലടാ പേപ്പർ വായിച്ചത്, എന്നിട്ട് ബാക്കിയും കൂടെ വായിക്കാത്തത്. അളിയാ ഒരു അബദ്ധം പറ്റി. മെയിൻ ഗേറ്റിക്ക് മാത്രമേ ഞാൻ വായിച്ചുള്ളൂ. കണ്ണടയിലെത്താറിനും കുഞ്ഞക്ഷരം എനിക്ക് കാണാൻ പാടില്ല അളിയാ. ഇനിയിപ്പൊ അങ്ങോട്ട് തിരിച്ചു കയറ്റുവോ നമ്മളെ 3 പേരെ? കേട്ടില്ല. എന്തായാലും നമ്മൾ വന്നു. ഒരു കാര്യം ഞാൻ പറയാം. നമുക്ക് എന്തായാലും സണ്ണി ലിയോണെ നേരിട്ട് കാണാൻ പറ്റിയില്ല. ഇവിടുത്തെ അടുത്ത തിയേറ്ററിൽ സണ്ണി ലിയോന്റെ ഒരു സിനിമ കളിക്കുന്നുണ്ട്. നമുക്കത് പോയി കണ്ടാലോ? എന്നിട്ട് ചുമ്മാ ഒരു കിരികിരിപ്പ്, ഒരു എന്റർടൈൻമെന്റ്. ഒരാടി അടിച്ചിട്ട് വന്നോണ്ടല്ലോ. എന്തിന്? ഞങ്ങളെ കിരികിരിപ്പ് തീരണ്ടേ? തൂക്കി എടുത്ത് നല്ലൊരു കൈയടി. നസീർക്ക, ഇപ്പൊ കേരളത്തിലാന്ന് തോന്നുന്നു ഏറ്റവും കൂടുതലുള്ളത് ഈ വൃദ്ധസദനം തന്നെയാണ് അല്ലേ? വീട്ടിൽ നിന്ന് പ്രായവരെ കൊണ്ട് കേരളത്തിലെ ഉള്ളെന്ന് തോന്നുന്നു. അതിൽ വേറെ എനിക്കറിയില്ല. നമ്മൾ കേരളത്തിൽ ഒരുപാടുണ്ടെന്നറിയാം, ഇഷ്ടം പോലെ ഉണ്ടെന്നറിയാം. ഒരുപാട് സംഘടനകൾ ഇങ്ങനെ വാർത്തയ്ക്കും ചെന്ന ആൾക്കാരെ നോക്കാനായിട്ടും എന്നൊക്കെ ഉണ്ട്. നല്ലൊരു കണ്ടന്റ് ആയിരുന്നു. നിങ്ങൾ 3 പേരും ഗെറ്റപ്പ് നല്ല അടിപൊളി ഗെറ്റപ്പാണ്. പക്ഷെ കൗണ്ടർ തമാശകളുടെ ഒരു കുറവ് വന്ന് ഫീൽ ചെയ്തു ഇല്ലേ പ്രദീപേ? ബിജു അല്ലേടാ, തമാശ കുറവല്ലേ? തമാശയുടെ ഒരു കുറവുണ്ടായിരുന്നു. നിങ്ങൾ നല്ല വൃത്തിയായിട്ട് നല്ല പഞ്ചിൽ കളിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ തമാശ ചിരിക്കാനുള്ള ഒരു ഏരിയ അങ്ങോട്ട് കിട്ടിയില്ല. ഈ പറയുന്ന ക്ലൈമാക്സും ഒക്കെ വലിയ കുഴപ്പമില്ലാതെ ആണ് പോയത്. എങ്കിൽ പോലും അതിൻ്റെ ഇടയ്ക്കുള്ള ഭാഗങ്ങളൊക്കെ നമുക്കൊന്നും ഒരു ചിരിക്കാനായിട്ടുള്ളൊരു ഏരിയ കിട്ടിയില്ല. അത്രയൊന്നും. നിങ്ങൾക്കറിയാം, നിങ്ങൾ കളിക്കുമ്പം നിങ്ങൾക്ക് ഒരു ഫീഡ്ബാക്ക് കിട്ടുമല്ലോ, ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കിട്ടും. അപ്പോൾ അടുത്ത പ്രാവശ്യം നന്നാക്കുക. അല്ലാതെ വേറെ പ്രത്യേകിച്ച് എന്ത് പറയാനായിട്ടാ? അടുത്ത പ്രാവശ്യം നന്നാക്കി എടുക്കുക, ചിരി കൊണ്ടുവരിക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അംബികമ്മ, ഈ പറഞ്ഞ പോലെ അതെ, കേരളത്തിലാണ് നമ്പർ ഓഫ് വൃദ്ധസദനം കൂടുതൽ. തമിഴ്നാടും ഉണ്ട്, പക്ഷേ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ. ശരി തന്നെയാണ്. പക്ഷെ അത് വെച്ചിട്ട് അതിലൊരു എൻ്റർടൈൻമെൻറ്റും ഇതൊക്കെ നന്നായിരുന്നു. 3 പേരുടെ ഗെറ്റപ്പും അവരുടെ ബോഡി ലാംഗ്വേജും അതൊക്കെ കൂടെ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു മറ്റേ ന്യൂസിൻ്റെ അവസാനം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു പഴയ ന്യൂസാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. അവിടെ സദനത്തിൽ പോകുമെന്നുള്ള ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. നന്നായിരുന്നു, തിരക്കേടില്ലായിരുന്നു. നൈസ്, താങ്ക് യു. ചേട്ടാ, നസീർക്ക പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് തമാശയുടെ കുറവുണ്ടായിരുന്നു. കണ്ടന്റ് നല്ല കണ്ടന്റ് ആയിരുന്നു. പറഞ്ഞ പോലെ നിങ്ങളുടെ ഗെറ്റപ്പും കാര്യങ്ങളൊക്കെ നല്ലായിരുന്നു. പിന്നെ ക്ലൈമാക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അത് നമ്മുടെ ഹെഡ്ലൈൻ മാത്രം വായിച്ചിട്ട് അതിൻ്റെ താഴെ വായിക്കാതെ അത് പോയത് അതിനൊരു റീസണുണ്ട്. കാരണം അത് ശരിയാണത്. ഹെഡ്ലൈൻ വായിച്ച അടിയിൽ ചെറിയ അക്ഷരം വയ്ക്കും. അത് നമുക്ക് സ്പെക്സ് നോക്കാണ്ട് വായിക്കാൻ പറ്റൂല. അപ്പോൾ നല്ല ക്ലൈമാക്സ് ഒക്കെ ആയിരുന്നു. കാരണം ഇത് കുറച്ചും കൂടി നന്നായിട്ടൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇനി പ്രദീപ് എനിക്ക് തോന്നുന്നത് ഒരു കൂട്ടത്തിൽ നിന്നിട്ട് ഒരു കൂട്ടത്തിനെ നശിപ്പിക്കാനുള്ള ക്യാരക്ടർ ബെസ്റ്റായിട്ട് ചെയ്യുന്ന ഒരാളാണ് പ്രദീപ്. അപ്പൊ ഞാൻ ഒരു കിരീരിപ്പ് അതൊക്കെ നന്നായിരുന്നു. ആ കിരീരിപ്പും കാര്യങ്ങളൊക്കെ വൃദ്ധസദനത്തിൽ വന്നിട്ടാണെന്ന് ആലോചിക്കണേ കീറുന്നത്. അപ്പോൾ ഒരുപാട് നേരത്തെ ഒക്കെ കണ്ടതിൽ നമ്മൾ നടുവിൽ നിന്നിട്ട് 2 പേരെ ചീത്തയാക്കണം, ഒരാളെ മാത്രം ചീത്തയാക്കണമൊക്കെ ഈ പ്രദീപ് അതിവിദഗ്ധമായിട്ട് വളരെ ഉഗ്രനായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഇതും ആ റേഞ്ചിൽ പോകും എന്ന് കരുതിയിരുന്നു. അതിലും വ്യത്യസ്തതയുണ്ട് കേട്ടോ നമ്മുടെ കണ്ടന്റിൻ്റെ വ്യത്യസ്തതയും ഈ സെൻട്രലൈസ് ചെയ്തിട്ട് പ്രദീപ് കളിച്ചപ്പോഴും നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു നിങ്ങളിൽ നിന്ന് കിട്ടേണ്ട ആ ഒരു തമാശകൾ കിട്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. കണ്ടന്റൊക്കെ അല്ലാണ്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഗംഭീരമാക്കുക. അത്ര ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ അവർക്ക് സണ്ണി ലിയോണിയെ കാണാൻ പറ്റിയില്ല. അത്യാവശ്യം കുറച്ച് പൈസയെങ്കിലും കിട്ടട്ടെ. ഞാനൊരു 5000 രൂപ കൊടുക്കാം. 5000 രൂപ. ഞാനും അത് തന്നെ, ഒരു 5000 രൂപ. 10000 രൂപ അംബികാമേ അയച്ചേക്ക്. രഹസ്യമായിട്ടാണ് ടോട്ടൽ എമൗണ്ട് 20,000 രൂപ. ഇതല്ല നമുക്ക് വേണ്ടത്. ഓക്കെ, അടുത്ത പ്രാവശ്യം ഉഗ്രനായിട്ടുമായിട്ട് വരണം. ചേട്ടാ ചേട്ടാ അങ്ങനെ നമ്മുടെ ഫ്ലവേഴ്സ് കോമഡി ഐറ്റംമാരുടെ ഇന്നത്തെ സമയം ഏതാണ്ടെന്നല്ല കഴിഞ്ഞു. നമ്മൾ ഇതിലും നല്ല സ്കിറ്റുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഗുഡ് നൈറ്റ്.